ഇന്നൊരു വെറൈറ്റി ഞണ്ട് കറി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ പോലെ പാനിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ഒരു 2 ടീസ്പൂണ്. പിന്നെ നമ്മൾക്ക് കൊച്ചുള്ളി ഇടാം. കൊച്ചുള്ളി ഒരു 10-15 കൊച്ചുള്ളി, പിന്നെ ഒരു സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 2 തക്കാളി, 2 പച്ചമുളക്. ഇതാണ് ഏകദേശം 1.5 കിലോ 2 കിലോ ഞണ്ടിനാണ് ഇത്. ഞണ്ടിൻ്റെ വേസ്റ്റെല്ലാം പോകുമ്പോൾ 2 കിലോ 1 കിലോ ആവും. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കൊച്ചുള്ളി ഞാൻ കുറച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ഒരു സ്ക്യൂവറിലോ പപ്പടക്കോലിലോ കുത്തിയിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതങ്ങനെ ചുടുന്ന സമയത്ത് വേറെ തന്നെ ഒരു ഫ്ലേവർ ആയിരിക്കും. ഉള്ളി ആയാലും മുളകിനായാലും നമ്മൾ ഈ ചുട്ടരച്ച് ചമ്മന്തിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കരമായിട്ട് കരിച്ചെടുക്കലല്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചുട്ടിട്ട് എടുക്കാം. ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ തണ്ടെല്ലാം, മുളകിൻ്റെ തണ്ടെല്ലാം നമുക്ക് മിക്സിയിൽ ഇട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റിമൂവ് ചെയ്യാം. എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ സാധാരണ കണ്ടിട്ടില്ല തന്നെ, പക്ഷെ അത് നമ്മൾ ചില രീതിയിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ട്. ഞണ്ട് സാധാരണ എല്ലാവരും വറുത്തരച്ചിട്ട് വെക്കും, പിന്നെ പെപ്പർ മാത്രം ഇട്ടിട്ട് വെക്കും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയാണ്. പക്ഷേ ടേസ്റ്റ് നല്ല അസാധ്യ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് വാടി കറിവേപ്പിലയും എല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ നമ്മൾ ചുട്ട ഉള്ളിയും കൊച്ചുള്ളിയും ചുട്ട വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് വെന്തുടക്കണം. അപ്പോൾ അത് നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഉടക്കും. ഞാൻ മീൻകറിയിലാണെങ്കിലും എല്ലാം ഉടക്കും. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചെറിയ ചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉള്ളിയും വറ്റൽമുളകും അരച്ചെടുത്തിട്ടുള്ളത്. അത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മസാല വേണം നോക്കിയിട്ട് കുറച്ച് എന്ത് ചെയ്യുക, ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ നമുക്ക് മുളക് പൊടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. മുളക്, ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടിയും. അത് ഓവറായിട്ട് വേണ്ട, കാരണം നമ്മൾ വറ്റൽമുളക് ഓൾറെഡി അരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് നോക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഞാൻ ആ മിക്സി ജാറിൽ തന്നെ 1-2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ വേണ്ട, നമുക്കൊരു നല്ലൊരു ഗ്രേവി, കുറുകിയ ഒരു ഗ്രേവിയല്ലേ വേണ്ടത്. ഇനി ഞാൻ ഞണ്ട് നല്ല ക്ലീൻ ചെയ്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് മസാല തോടല്ലേ, അപ്പോൾ ഒന്ന് കുറച്ച് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മസാല പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അത് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുകുമ്പോൾ നമുക്ക് ഈ ഞണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കായി എന്ന് കാണുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒരു ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മിക്കവാറും മീൻകറിയിലെല്ലാം ഞാനിങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ലാസ്റ്റ് ഓഫ് ചെയ്ത ശേഷം ആഡ് ചെയ്യലുണ്ട്. ഇത് നല്ലൊരു ഫ്രഷ് സ്മെല്ലല്ലേ. അപ്പം നമ്മളിവിടെ കുറുകിയ ഞണ്ട് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല പത്തിരീൻ്റെ കൂടെയും നല്ല ചോറിൻ്റെ കൂടെയും, പത്തിരിയെല്ലാം എന്നിട്ട് മെയിൻ കോമ്പിനേഷൻ, പത്തിരി ദോശ ഇതെല്ലാം കൂടെ നമുക്കിനി ഇത് എൻജോയ് ചെയ്യാം.